ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന ഡോക്ടറെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ എനിക്ക് പറയാനുള്ളത്. അർച്ചന വിഷമിക്കരുത്. അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇനിയൊരു അമ്മയാകാം എന്ന പ്രതീക്ഷ വെച്ച് അർച്ചന ജീവിക്കരുത്. ചെക്കപ്പില് അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പ്രശ്നമുള്ളത് സച്ചിദാനന്ദനാണ്. ഇത് കേൾക്കുന്ന അർച്ചന ആകെ തകർന്നു നിന്ന് പൊട്ടിക്കരയുമ്പോ സച്ചി പറഞ്ഞ കാര്യങ്ങള് ഡോക്ടർ ഓർക്കുന്നു. ഒരിക്കലും അർച്ചനയ്ക്കാണ് പ്രശ്നമെന്ന് അവൾ അറിയരുത് ഡോക്ടർ. പകരം എനിക്കാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. ഇത് ഞങ്ങളുടെ ജീവിതമാ ഡോക്ടർ. അതുകൊണ്ട് അവൾ ഈ കാര്യം ഒരിക്കലും അറിയരുതെന്നും കരഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ ഡോക്ടർ അതിന് സമ്മതം മൂളുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടർ അർച്ചനയോട് പറയുകയാണ്, സച്ചിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ തരാൻ ആകില്ല അർച്ചനെ. ഈ സത്യം സച്ചി അറിഞ്ഞാൽ ചിലപ്പോ സച്ചിക്കത് താങ്ങാനാകില്ല. അതുകൊണ്ട് അർച്ചന തന്നെ തീരുമാനിക്ക്, ഇത് സച്ചിയോട് പറയണോ വേണ്ടയോ എന്ന്. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കേണ്ടത് അർച്ചന തന്നെയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുകയാണ്, വേണ്ട ഡോക്ടർ, സച്ചിയേട്ടൻ ഈ കാര്യം ഒന്നും അറിയണ്ട. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകും എന്ന പ്രതീക്ഷയില് ആ പാവം ജീവിച്ചോട്ടെ. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, അർച്ചനയുടെ ഭാഗ്യമാണ് സച്ചി നേരത്തെ എന്നെ മാറ്റി നിർത്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? അർച്ചനയ്ക്കാണ് പ്രശ്നമെങ്കിൽ അർച്ചനയോട് ഒരിക്കലും പറയരുതെന്ന്. അങ്ങനെ പറഞ്ഞ സച്ചിയുടെ മുഖത്ത് നോക്കി, സച്ചിക്കാണ് പ്രശ്നമെന്ന് എന്നെ കൊണ്ട് പറയാൻ സാധിച്ചില്ല. ഞാൻ കാരണം സച്ചിയേട്ടൻ ഒരിക്കലും ഈ കാര്യം അറിയില്ല ഡോക്ടർ. എനിക്കെന്റെ സച്ചിയേട്ടനെ മാത്രം മതി ഡോക്ടർ. സച്ചിയേട്ടന് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞുണ്ടായില്ലെന്ന് കരുതി ഞാൻ തകർന്നൊന്നും പോകില്ല. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് മുന്നോട്ട് ജീവിച്ചോളാം. ഈ സത്യം സച്ചിയേട്ടനെ അറിയിക്കാത്തതിൽ നന്ദിയുണ്ട് ഡോക്ടർ. പിന്നീട് കാണിക്കുന്നത് അർച്ചന കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ മുറിയുടെ പുറത്തേക്ക് വരുന്നതാണ്. ഇത് കാണുന്ന സച്ചി ഞെട്ടലോടെ അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ്. എന്താടോ, എന്തു പറ്റി? ഡോക്ടർ എന്താ പറഞ്ഞത്? താൻ എന്തിനാ കരയുന്നത്? ഇത് കേൾക്കുന്ന അർച്ചന കണ്ണു തുടച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് കുട്ടികൾ ഉണ്ടാകും സച്ചിയേട്ടാ. നമുക്ക് ഒരു കുഴപ്പവുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. നമുക്ക് വീട്ടിലേക്ക് പോകാം സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കുട്ടി വീട്ടിലേക്ക് പോവുകയാണ് അർച്ചന. അങ്ങനെ പോകുന്ന വഴി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് രണ്ടുപേരും ഓർക്കുകയാണ്. തുടർന്ന് അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ വണ്ടി ഒന്ന് നിർത്താമോ? അങ്ങനെ സച്ചി വണ്ടി നിർത്തുമ്പോ പുറത്തേക്കിറങ്ങി പൊട്ടിക്കരയുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്റെ ഫോണില് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനഘ. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് വരുമ്പോ അനഘ മനസ്സിൽ പറയുകയാണ്, പെട്ടല്ലോ, ഇപ്പൊ തുടങ്ങും ഉപദേശം. അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനഘ എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോ സേതു ചോദിക്കുകയാണ്, അല്ല അനഘ എവിടെ പോകുന്നു? അല്ല, അങ്കിള് പത്രം വായിക്കുമ്പോ ഒരു ഡിസ്റ്റർബൻസ് ആകണ്ടെന്ന് കരുതി. അങ്ങനെയൊന്നുമില്ല മോളെ, മോൾ അവിടെ ഇരുന്നോളാൻ സേതു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിന്റെയും ആതിരയുടെയും കുഞ്ഞിനിടാനുള്ള പേരുമായിട്ട് വരുന്ന സ്നേഹയാണ്. അച്ഛാ, പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ജാൻവി എന്നിടാം, ആൺകുട്ടിയാണെങ്കിൽ സായി കൃഷ്ണ എന്നിടാം. പേരൊക്കെ കൊള്ളാം, അവരോട് കൂടി ചോദിച്ചിട്ട് നീ തീരുമാനിച്ചുറപ്പിച്ചാൽ മതിയെന്ന് സേതു പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് സച്ചിയും അർച്ചനയും വരികയാണ്. അല്ല, നിങ്ങൾ രാവിലെ തന്നെ എവിടെ പോയതാണെന്ന് സ്നേഹ ചോദിക്കുന്നു. സേതു പറയുകയാണ്, അതെ, ലവകുശന്മാർക്ക് കൂടി പേര് നീ കണ്ടുവെച്ചേക്കണം. അതൊക്കെ ഞാൻ കണ്ടുവെച്ചേക്കാം അച്ഛാ. പിന്നെ നിന്റെ മക്കൾക്ക് കൂടി ഇടാൻ പേര് നീ വെച്ചേക്കണേ എന്ന് സേതു കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ അവരുടെ ഇരട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് സേതുവും സ്നേഹയും. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുന്ന അർച്ചന പൊട്ടിക്കരയുകയാണ്. അതേസമയം വിഷമത്തോടെ മുറിയുടെ പുറത്ത് നിൽക്കുകയാണ് സച്ചി. കുഞ്ഞുങ്ങളെക്കുറിച്ച് കണ്ട സ്വപ്നത്തിന്റെ കാര്യമെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചനയും സച്ചിയും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. സച്ചിയേട്ടനൊരു അച്ഛനാകില്ലെന്ന സത്യം ഞാൻ ഒരിക്കലും സച്ചിയേട്ടനോട് പറയില്ലെന്ന് അർച്ചന മനസ്സിൽ പറയുമ്പോൾ സച്ചി മനസ്സിൽ പറയുകയാണ്, എനിക്കാണ് കുഴപ്പമെന്ന് അവൾ വിചാരിച്ചോട്ടെ, എന്നാലും ഒരിക്കലും അവളുടെയാണ് പ്രശ്നമെന്ന് ഞാനായിട്ട് പറയില്ല. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.